ദുഷ്ടനെടുക്കാവ് ശത്രു വിടാതെ ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ നാഥ, ഇന്നത്തെ പൽക്കാലം കർത്താവെ അടിയങ്ങളെ വരാമാവുന്ന ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നൊക്കെ വിടിവിച്ച് ആ പാദപീഠത്തിൽ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു കർത്താവേ. 2 3 പേർ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയായോ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാമെന്ന് വാക്ക് വന്ന കർത്താവ് ഇനി മധ്യത്തിൽ കടന്നു വന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളെയൊക്കെ എത്രയും വേഗം അവിടുന്ന് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനത്തിലെ യാത്രയിലൊക്കെ ആയിരിക്കുന്ന മക്കളെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മക്കളെയൊക്കെ അവിടുന്ന് വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കൂടിവരുമൊക്കെയും കർത്താവെ അടിയങ്ങൾക്ക് ഓരോരുത്തർക്ക് അനുഗ്രഹത്തിനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെറുതെ വന്ന് വെറുതെ പോകുന്നവരായിട്ടല്ല നാഥ, അനുഗ്രഹം പ്രാപിച്ച സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുവിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ നാഥ. അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഭാഗ്യ പദവിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കുഞ്ഞമേ, അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പി, അതോടുകൂടി സകലവും തരാമെന്ന് വാക്ക് തന്ന കർത്താവേ. അടിയങ്ങളെടുത്ത രാജ്യവും നീതി അന്വേഷിപ്പാൻ കടന്നു വന്നിരിക്കുന്നപ്പാ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോ ദിനവും അടിയങ്ങളെ പോറ്റി പുലർത്തി വഴി നടക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് വാക്ക് തന്ന കർത്താവ് അടിയങ്ങളോടുകൂടി ഓരോ നിമിഷവും ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ദൈവമേ, രോഗത്തിൻ്റെയും ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ നടുവിൽ അവിടുന്ന് കൂടെ ഇരുന്ന് അടിയങ്ങളെ വഴി നടത്തുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം കർത്താവേ. കരങ്ങളിലേക്ക് അടിയങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. യേശുവേ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോട് യഹോവയെ അന്വേഷിപ്പീൻ, യഹോവയിൽ തന്നെ ആശ്രയം വെപ്പീൻ. കർത്താവിൻ്റെ വചനമാണല്ലോ കർത്താവെ. ആ യഹോവയിൽ തന്നെ ആശ്രയിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയൊക്കെ കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ആ സന്നിധിയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് ആ പാദപീഠത്തിലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ യേശു ജനിപ്പാൻ തക്കൊണ്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമേ, ഒരു ചെറിയ കൂട്ടമായി യേശുവിനെ ഒന്ന് ആരാധിക്കാനും യേശുവിനെ ഒരു പ്രാവശ്യം കൂടി ഉയർത്തുവാനും തരുന്ന അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ് കർത്താവെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടോളും, അവൻ നിന്നെ പുലർത്തുമെന്ന് വാക്ക് വന്ന കർത്താവ് അടിയങ്ങളെ ഓരോരുത്തരുടെയും ഭാരക്കെട്ടുകളെ അവിടുന്ന് ചുമന്നൊഴിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് രക്തത്താൽ അടിയങ്ങളെ ഓരോ ദിവസവും കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് രക്താടിയങ്ങൾ കർത്താവെ കോട്ടയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു ഹാവേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലാണല്ലോ അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആ രക്തത്താൽ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാവങ്ങൾ എത്ര കടിച്ചു പാണേൽ ഹിമം പോലെ പഠിപ്പിക്കാവുന്ന വാക്ക് വന്ന കർത്താവ് അത് രക്തത്താൽ അടിയങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരങ്ങളിലേക്ക് എൻ്റെ ആടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളെയൊക്കെ എത്രയും വേഗം അവിടുന്ന് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. പാടുവാനും പ്രാർത്ഥിപ്പാനും തിരുവചനം ധ്യാനിപ്പാനും ഒക്കെ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും ആത്മാവിലും അങ്ങ് ആരാധിപ്പാനുള്ള കൃപ തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അങ്ങ് ആരാധിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മോൻചാനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. എൻ്റെ മകന് കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രോഗത്താൽ ഭാരത്താലുമായിരുന്നല്ലോ കർത്താവെ. എന്നാൽ പൂർണ്ണമായി എൻ്റെ കർത്താവ് അവിടുന്ന് വിടുവിച്ച് ആശ്വാസം തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം കർത്താവെ. അടിയങ്ങൾക്ക് വേണ്ടി വചനം ഘോഷിപ്പാൻ തക്കൊണ്ട് എൻ്റെ മകനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളും വിദ്യുദാനങ്ങളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ആദ്യോട് അവസാനം അവിടുത്തെ കൃപ അടിയങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറയുവാൻ തക്കോണം അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയൻ്റെ കുറവുകളോ ബലഹീനതകളോ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കൃപകളാലും അടിയങ്ങളെ നിറച്ച് പറഞ്ഞയക്കുമാറാകണമേ. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നാലും മനുഷ്യൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം എഴുതണമേ. സമയം
കർത്താവ് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 49-ാമത്തെ പാഠം. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസമായ യേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു. ഞാൻ വിശ്വാസമായ യേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു. ഞാൻ ആലകൾ പാടവിലാടി ചെന്ന അല്ലേലൽപ്പവുമില്ലെനിക്ക്. ആലകൾ പാടവിലാടി ചെന്ന അല്ലേലൽപ്പവുമില്ലെനിക്ക്. ആഴിയും മൊഴിയും നിർമ്മിച്ച നാഥൻ ആകെയാമായി എന്നരികിലുണ്ട്. ആഴിയും മൊഴിയും നിർമ്മിച്ച നാഥൻ ആകെയാമായി എന്നരികിലുണ്ട്. വിശ്വാസ ജീവിത പാടവിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു. ഞാൻ നാനാപരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുന്നുണ്ടായിടും. നാനാപരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുന്നുണ്ടായിടും. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു. ഞാൻ നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു. ഞാൻ വിശ്വാസ ജീവിത പാടവിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു. ഞാൻ വിണ്ണീരൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും അന്നു തീരും. വിണ്ണീരൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും അന്നു തീരും. എണ്ണിയാൽ
താഴ്വരയിൽ ശാരീരമായി എനിക്കേശുവുണ്ട്. മരണത്തിലെ താഴ്വരയിൽ ശാരീരമായി എനിക്കേശുവുണ്ട്. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. 63 ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീഴഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീഴഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഭാവിയായി ജീവിച്ചപ്പോൾ പാതേക്കു ദൈവമില്ല. ഭാവിയായി ജീവിച്ചപ്പോൾ പാതേക്കു
സ്വർഗാഭാഗ്യങ്ങൾ വെടിഞ്ഞു. ഭാവിയെ ജീവിക്കപ്പോൾ പാതേറ്റു ദീപമില്ല. ഭാവിയെ ജീവിക്കപ്പോൾ പാതേറ്റു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യാസീനില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യാസീനില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് ഇരഞ്ഞോടി ഞാൻ സ്വർഗാഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് ഇരഞ്ഞോടി ഞാൻ സ്വർഗാഭാഗ്യങ്ങൾ വെടിഞ്ഞു. 252. എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലേന്തു നീ കണ്ടേശുവേ. എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലേന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലാതെ ഉപമൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലാതെ ഉപമൊന്നു മാത്രം യേശുവേ. സമയത്തിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. സമയത്തിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു
തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെ തുതിക്കാൻ യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ ആത്മാവിൽ നടത്തി കർത്താൻ വരങ്ങളെ ഒത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്പത്തിമൂന്നാം സംഖ്യ. ദൈവം ഇല്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ ഭക്ഷണന്മാരായി മ്ലേച്ഛമായ നീതികളെ പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ലോകത്തിൽ കാണാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങിയവരുപോലെ ഉടലാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ അറിയുകയോ അപ്പുറത്തിരിക്കുന്നതുപോലെ അവരുടെ ജനത്തെ വിട്ടുകളയുന്നു. ദൈവത്തോടെ അവർ പ്രാർത്ഥിക്കുന്നില്ല. ഭയമില്ല എന്നിടത്തെ അവർക്ക് മഹാഭയമുണ്ടായി. നിന്റെ നേരെ പാളമിറങ്ങിയവന്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ. ദൈവം അവനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു. സീയോനിൽ നിന്ന് ഇസ്രായേലിനെ വിശ്രമിപ്പിക്കും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവമേ സ്തുതിക്കുമാറാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി നമ്മളുടെ ഇഷ്ടം. ഇന്ന് നമ്മൾ വായിച്ചതായി 83-ാമത്തെ സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. എല്ലാ സങ്കീർത്തനങ്ങളും ഏറ്റവും നല്ലതാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദാവീദ് ഒരു പ്രവാചകനാണെന്ന് നിങ്ങൾക്കറിയാം. ദാവീദ് പഴയ നിയമത്തിലേക്ക് നോക്കിക്കൊണ്ടും പുതിയ നിയമത്തിലേക്ക് നോക്കിക്കൊണ്ടും ഒരുപോലെ എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഇത്. ദാവീദ് പറയുകയാണ് ഇതിൻ്റെ 6-ാമത്തെ വാക്യത്തിനകത്ത്, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. അതാണ് ഒരു വാക്യം. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ജനമെന്നാളും ഇങ്ങനെ ദുഃഖത്തിലും ദുരിതത്തിലും ആയിരിക്കുകയില്ല. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ ദൈവം തൻ്റെ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതൊരു ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവം പോലെ നമുക്ക് തോന്നുന്നു. ശരിയല്ലേ? പക്ഷേ ഈ സംഭവം ദാവീദ് എഴുതുമ്പോൾ ഇത് ഓൾറെഡി കഴിഞ്ഞുപോയ ഒരു സംഭവത്തിൻ്റെ തെളിവാണെന്ന് നമുക്ക് ബൈബിൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാവീദ് എഴുതുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഈ സംഭവം കഴിഞ്ഞുപോയി. ഇതെന്താണ് ഈ സംഭവം? 116, 117 സങ്കീർത്തനങ്ങളിലൊക്കെ ദാവീദ് പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെ പറ്റി പറഞ്ഞ ഒരു കാര്യമായി. ഇസ്രായേലിനെ ദൈവം വീണ്ടെടുത്തു. എവിടെ നിന്നാണ് ഇസ്രായേലിനെ ദൈവം വീണ്ടെടുത്തത്? മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവം അവനെ എവിടെ കൊണ്ടുവച്ചു? മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്ത്, ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ, മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവം അവനെ കനാൻ ദേശത്ത് കൊണ്ടുവച്ചു. അതാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇവിടെ നാം എന്ത് മനസ്സിലാക്കണം? ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. അടിമത്വത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ്. ഇത് വളരെ ആത്മീയമാണ്. അതുകൊണ്ട് ഇതിനെ ഞാൻ ഈ വചനങ്ങൾക്കെല്ലാം കൂടെ കൂട്ടി 53-ാം സങ്കീർത്തനത്തിന് ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ അധപ്പതനവും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പും എന്നാണ് ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട് ഹെഡിങ്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ആത്മീയമായ ഒരു ഭാഗമുണ്ട്. ആത്മീകർക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഭൗതികമായ നന്മകളും ഇതിനകത്ത് ദൈവം കൊടുക്കുന്നു. ആത്മീകർക്ക് ദൈവം കൊടുക്കുന്ന ഭൗതിക നന്മ, അതാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം.
എന്നാൽ മൂഢന്മാരുടെ കാര്യവും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ രണ്ട് തരം ആൾക്കാരെയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് മൂഢൻ. ആരാണ് മൂഢൻ? ദൈവത്തെ നിരസിച്ച് ജീവിക്കുന്ന മനുഷ്യനെ മൂഢൻ എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നത്. മൂഢൻ. നമ്മളവർക്ക് മൂഢൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവനായിരിക്കും, അല്ലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞാൽ മനസ്സിലാകാത്തവനായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇവിടെ മൂഢൻ എന്ന് വിളിക്കുന്നത് അതിബുദ്ധിമാനായ മനുഷ്യനെയാണ്. അവൻ എന്ത് ചെയ്തു? ദൈവത്തെ ബുദ്ധി കൊണ്ട് അന്വേഷിച്ച് നോക്കിയിട്ട് അവനത് മനസ്സിലായില്ല. അപ്പോസ്തലനായ പൗലോസ് ഒരു ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്, 1 കൊരിന്തി 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവനാണ് ഇവിടെ പറയുന്ന മൂഢൻ. മനുഷ്യൻ ചിലർ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. എന്തുകൊണ്ടാണ്? അത് അവന് ഭോഷത്വമാകുന്നു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അവൻ ഭോഷത്വം ആകുന്നു, വചനമാണെന്ന് പറയും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും അത് ഭോഷത്വം. അങ്ങനെയല്ല. അതിനെപ്പറ്റി ഒരു വ്യക്തി എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ അത് വായിച്ച് കേൾപ്പിക്കാം. അവൻ സ്വാഭാവിക മനുഷ്യബോധത്തിൽ മാത്രം കാര്യങ്ങളെ കാണുന്ന വ്യക്തിയാണ്. സ്വാഭാവിക മനുഷ്യബോധത്തിൽ മാത്രമേ അവർ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവ് വരും, നമ്മളെ വീണ്ടെടുക്കും, നമ്മളെ സ്വർഗത്തിൽ ഇരുത്തും. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. അതാണ് അവനും ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നടക്കൂ? നിരീശ്വരവാദികൾ ബുദ്ധിമാന്മാരല്ല, വളരെ ബുദ്ധിയുള്ള മനുഷ്യരാണ്. അവർ പറയുന്ന വാക്യമായത് ഏത്? അവരെയാണ് സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ വിളിക്കുന്നതാണല്ലോ ബൈബിൾ വിളിക്കുന്ന ഒരു 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 നെയ്മാണ് മൂഢൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ മൂഢനെ പറ്റി പറയുന്നുണ്ട്. മൂഢന് ദൈവം വെച്ചിരിക്കുന്ന അനുഭവം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. 5 അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ 53-ന്റെ 5 അതിൻ്റെ അവസാനം പറയുകയാണ്, ദൈവം അവരെ തള്ളിക്കളഞ്ഞത് കൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു. മൂഢൻ്റെ അനുഭവം ലജ്ജയാണെന്ന് വേദോസ്തം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലജ്ജ എന്നൊക്കെ വായിക്കുമ്പോൾ നിസ്സാരമായ ഒരു സംഭവമാണ്. മൂഢനായിട്ട് ഒരുത്തൻ മരിച്ചു പോയാൽ ലജ്ജിക്കും, ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിന് അഗാധമായ ചില അർത്ഥങ്ങളുണ്ടെന്ന് ഈ ബൈബിൾ നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മറ്റൊരു കൂട്ടം മനുഷ്യരെ കർത്താവ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. തൻ്റെ ജനം, അതാണ് 6-ാം വാക്യം. ദൈവം തൻ്റെ ജനം എന്നാണ് അവരെ വിളിക്കുന്നത്. ഈ രണ്ട് കൂട്ടർക്കും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താണ്? മൂഢൻ, അവനെ പ്രതിഫലമെന്ന് പറയുന്നത് ലജ്ജയാണെങ്കിൽ ദൈവജനത്തിൻ്റെ പ്രതിഫലമെന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കണം. അവനെ ദൈവജനത്തിൻ്റെ പ്രതിഫലത്തിൽ ഏറ്റവും വലുത് ഒരു വീണ്ടെടുപ്പാണ്. നമ്മളെ ദൈവം വീണ്ടെടുക്കും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ദൈവം മാറ്റിയത്. നമ്മുടെ സ്ഥിതിയിൽ അല്ലായിരുന്നു, മറ്റൊരു സ്ഥിതിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ മാറ്റി. പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്നുമാണ് നമ്മളെ മാറ്റിയതെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മളെ മാറ്റുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. അങ്ങനത്തെ വ്യത്യാസമാണ് നമ്മൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ ആത്മീയമായതുകൊണ്ട് ആത്മീയർക്ക് മാത്രമേ ഇതൊക്കെ പറഞ്ഞാൽ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. പഴയ നിയമപ്രകാരം ഞാൻ പറഞ്ഞ അടിമത്വത്തിൽ നിന്നാണ് ദൈവം അവരെ വീണ്ടെടുത്തത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-25 വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ വായിക്കുന്നില്ല. പുതിയ നിയമപ്രകാരം ഉള്ളത് എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. കൊലോസ്യ ലേഖനം 1:13-14 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കൊലോസ്യ ലേഖനം 1:13-14 വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 13-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തൻ്റെ സ്നേഹസ്വരൂപന് 13-ാമത്തെ വാക്യം, നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അപ്പം നമ്മളെ എവിടെ നിന്നാണ് ദൈവം വിടുവിച്ചത്? നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു. തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യം. ഇവിടെ ഇസ്രായേൽ ജനത്തെ ദൈവം ആക്കി വെച്ചത് എവിടെയാണ്? കനാൻ ദേശത്താണ്. കനാൻ ദേശം അവിടെയാണ് ആക്കി വെച്ചത്. എന്നാൽ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് തൻ്റെ പുത്രൻ്റെ രാജ്യമാണ്. അതേതാണത്? സ്വർഗരാജ്യത്തിൽ. നമ്മൾ പുതിയ നിയമ വിശ്വാസികൾ വലിയ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്കാണ് നമുക്ക് ഡയറക്റ്റ് പ്രവേശനം ദൈവം തന്നിരിക്കുന്നതെന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു,
മൂഢൻ്റെ പ്രതിഫലം ലജ്ജയാണെന്ന് നിങ്ങൾ ഓർത്തോണം. നമ്മളതേപ്പറ്റി കുറച്ചുകൂടെ ആഴമായിട്ട് അല്പം കഴിയുമ്പോൾ പഠിക്കും. പിന്നെ ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ സ്വർഗരാജ്യമാണ്. പഴയ നിയമത്തിൻ്റെ വാഗ്ദാനം പ്രധാനമായും രണ്ടെണ്ണമാണ്. ഒരുപാട് വാഗ്ദാനങ്ങൾ പഴയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അബ്രഹാമിന് ദൈവം കൊടുത്ത 2 വാഗ്ദാനമാണ് പ്രധാനപ്പെട്ട 2 വാഗ്ദാനം. ഒന്ന്, ഞാൻ നിനക്കൊരു പുത്രനെ തരും, ഒരു വാഗ്ദത്ത സന്തതിയെ ഞാൻ നിനക്ക് തരും. രണ്ടാമതൊരു വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുത്തു. അത് പറയുന്നത്, നിന്നെ ഞാൻ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റും. എന്ത് മാറ്റും? നിന്റെ സ്ഥിതിക്ക് ഞാൻ മാറ്റം വരുത്തും. അതാണ് നമ്മൾ വായിച്ചത്. മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്നും നിന്നെ ഞാൻ വിടുവിച്ചെടുക്കും എന്ന 2 വാഗ്ദത്തമുണ്ട്. പുതിയ നിയമവിശ്വാസിയായ നമുക്കും ദൈവം അനേക വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും 2 വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു നോട്ടായിട്ട് ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് നമുക്കും അവനൊരു സന്തതിയെ നൽകും. നമുക്കും കർത്താവ് ഒരു സന്തതിയെ നൽകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അതാരാണ്? നമ്മുടെ കർത്താവായ യേശുവാണ്. നമുക്ക് വേണ്ടി ദൈവം ഒരു പുത്രനെ അയച്ചു. പഴയ നിയമത്തിൽ ഒരു വാഗ്ദത്ത സന്തതിയാകുന്ന അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിനെ പോലെ നമുക്ക് പുതിയ നിയമത്തിൽ കർത്താവ് ഒരു വാഗ്ദത്ത സന്തതിയെ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ ഈ പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, മോശയെ പോലെ പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചതിനൊക്കെ അവിടെ പറയുന്നത് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യം, അതാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് പറയുന്നത്. നമ്മളിനി ഒരു വാക്യത്തിൽ മൂഢന് സംഭവിക്കുന്നതും കൂടെ നമുക്കുണ്ട്. അവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഭൂമിയിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്ന പലരും ചിലർ നിത്യജീവനായും ചിലർ നിത്യ ലജ്ജയ്ക്കായും ഉണരും. ഇവിടെ നമ്മൾ വായിച്ചെന്താണ്? നമ്മൾ മുമ്പേ വായിച്ചെന്താണ്? 53-ാം സങ്കീർത്തനത്തിനായിട്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഭൂമിയിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്ന എല്ലാവരും ഉണരും. ചിലർ നിത്യജീവനായും ചിലർ നിത്യ ലജ്ജയ്ക്കായും ഉണരും. ഈ ലജ്ജ തന്നെയാണ് ഈ ലജ്ജ. ഇത് 2 ഒന്ന് തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമ്മളോടൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്താണ് ആ വാക്യം? യോഹന്നാന്റെ സുവിശേഷം 5:28. അതിൽ വായിക്കാമോ? ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും, അല്ലെങ്കിൽ വരുന്നു, അല്ലെങ്കിൽ ഉണരും എന്ന് പ്രവാചകൻ പറഞ്ഞ അതേ വാക്യം കർത്താവ് ഉദ്ധരിച്ചു പറയുകയാണ്. അപ്പോൾ മൂഢനായ ഒരു മനുഷ്യൻ ജീവിച്ചു എന്ന് വെച്ചാൽ പ്രാകൃത മനുഷ്യനായി അവൻ ജീവിച്ചു. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാത്തവൻ, അവനാണ് മൂഢൻ. അവൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ദൈവാത്മാവിൽ ഒരുത്തൻ ജീവിച്ചാൽ അവന് ദൈവം കൊടുക്കുന്ന അതുല്യമായ ഒരു അനുഭവം ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അനേക ദൈവവചനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു സങ്കീർത്തനമാണ് 53-ാം സങ്കീർത്തനം. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും നമ്മൾ ഓർക്കണം, ഓരോ അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ഇതൊക്കെയും വളരെ വളരെ ആത്മീയമായതുകൊണ്ട് നമുക്ക് പാടെ മനസ്സിലാക്കാൻ. ഒരു അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 23-ാം വാക്യം. പഠിക്കുന്ന എല്ലാവർക്കും നല്ല അറിവുള്ളവരെ, എന്നെ കഴിഞ്ഞും ഓർമ്മശക്തിയും അറിവുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, പിന്നെ ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ എഴുതിയിരിക്കുകയാണ്, റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുകയാണ്, എന്താണ്? എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പ്രമാണത്തിന് എന്നെ ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഇതാണ്, എന്റെ ഉള്ളിൽ കർത്താവ് എന്നെ ജീവിപ്പിച്ച് നടത്തുന്നു. എങ്കിലും എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ലോകവുമായി ഞാൻ ഇങ്ങനെ ബന്ധപ്പെട്ട് പോകുമ്പോൾ എനിക്ക് പലതരത്തിലുള്ള ഞെരുക്കങ്ങളും
പാപപ്രമാണത്തോട് ഞാൻ അങ്ങ് ചിലപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ ചേർന്ന് വരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാവരും പറയും ഞാൻ കർത്താവിലായി, ഇനി ഞാൻ കർത്താവിലായി, സ്വന്തമാണ് എൻ്റെ കർത്തവ്യമൊന്നുമല്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നമ്മൾ കർത്താവിനെ നോക്കി ചോദിക്കും, കർത്താവ് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ വരുവാനുള്ള കാരണം എന്താണ്? ഞാൻ പലപ്പോഴും ദൈവത്തോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും. അപ്പോഴൊന്നും എനിക്ക് മറുപടി കിട്ടണമെന്നില്ല. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങളൊരു കാര്യം ഓർത്തോണം, നമ്മളെ കർത്താവ് പഠിപ്പിച്ച ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. എന്താണ്? തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് അവിടെ വായിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് പുത്രൻ്റെ രാജ്യത്തിലാണ്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഇതിനകത്ത് തൻ്റെ ജനത്തിൻ്റെ ഒരു അനുഭവം കൂടെ വിവരിക്കുന്നുണ്ട്. അതാണ് ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ആ സ്ഥിതിക്ക് രണ്ടർത്ഥമുണ്ട്. പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ ഒരു അർത്ഥമുണ്ട്, പഴയ നിയമത്തിൽ നോക്കുമ്പോൾ മറ്റൊരർത്ഥമുണ്ട്. എന്നാൽ നമ്മൾ ഇതും കൂടെ പഠിക്കണം. അതൊരു ആത്മീകമല്ല, അത് ഭൗതികമായ ഒരു നന്മ നമുക്ക് ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങളിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, സ്വർഗത്തിലല്ല നീ ഇരിക്കുന്നത്, കുറച്ചും കൂടെ അപ്പുറത്താണ്. അതെവിടെയാണ്? ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാ? അപ്പൻ്റെ മടിയിലിരിക്കും. അപ്പൻ്റെ മടിയിലിരിക്കും. നീ എവിടെ ഇരിക്കുന്നു എന്നൊരു വിശ്വാസിയായി നിന്നോട് ചോദിച്ചാൽ പറയണം, ഞാൻ ഇരിക്കുന്നത് എൻ്റെ അപ്പൻ്റെ മടിയിലാണ്, എൻ്റെ അപ്പൻ്റെ മടിയിലാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ മടിയിലിരുന്നു കൊണ്ട് അവൻ്റെ ആവശ്യപ്രകാരം, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം എന്തവനോട് ചോദിച്ചാലും അവൻ നിങ്ങൾക്ക് തരും എന്നുള്ളത് വിശ്വാസയോഗ്യമായ വചനമാണെന്ന് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അവൻ്റെ മടിയിലിരുന്നു കൊണ്ട്, ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ അവൻ്റെ മടിയിലിരുന്ന് സ്വർഗത്തിലിരുന്നിട്ടല്ല, അവൻ്റെ മടിയിലിരുന്നു കൊണ്ട് അപ്പാ എന്ന് വിളിക്കുമ്പോൾ ഏതപ്പനും ചോദിക്കും, എന്നാ മോനെ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയുകയാണ്, എനിക്ക് സ്കൂളിൽ കൊടുക്കാൻ നാളെ ഫീസ് വേണമെന്ന് പറഞ്ഞാൽ നിനക്കത് തന്നേ വിടുകയുള്ളൂ. ഞാനിന്ന് വളരെ സങ്കടത്തോടെ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് അല്പസമയത്ത് കൂടി പോയെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിർത്തുകയാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു സ്കൂട്ടർ വേണമെന്ന് വലിയ ആഗ്രഹം. സ്കൂട്ടറിൽ മോട്ടോർ ബൈക്ക് ഞാൻ എപ്പോഴും എൻ്റെ അപ്പൻ്റെ അടുത്ത് നിർബന്ധിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ പൈസ ഇല്ല. അതൊന്ന് മനസ്സിലാക്കാൻ എൻ്റെ ബുദ്ധി എനിക്കില്ല, കുഞ്ഞുങ്ങളായ സ്വഭാവമല്ലേ. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ കരഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്ന് അപ്പനോട് പറഞ്ഞു, അവൻ എങ്ങനെയും ഒരെണ്ണം മേടിച്ച് കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് അപ്പൻ അമ്മയോട് ചെന്ന് പറയുന്നത്, ഞാൻ അടുക്കളയ്ക്കകത്ത് അമ്മയോട് ചെന്ന് രഹസ്യമായിട്ട് പറയുന്നത് ഞാൻ ഇപ്പുറത്ത് നിന്ന് കേൾക്കുക. എടി അവന് ഞാൻ എങ്ങനെയും കടവും വരെയും മേടിച്ചിട്ട് ബൈക്ക് മേടിച്ച് കൊടുത്താൽ പോണ വഴിക്ക് എങ്ങാനും അവനൊരു അപകടം പറ്റി എന്തെങ്കിലും സംഭവിച്ചാൽ, അത് കേട്ടപ്പോഴാണ് എൻ്റെ ഹൃദയം വല്ലാതെ തകർന്നുപോയി. എൻ്റെ അപ്പന് തരാൻ ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ അത് തന്നാൽ ഒരു അപകടം അപ്പൻ നേരത്തെ അറിയുന്നു. ലോകത്തിലുള്ള ഒരപ്പനും തൻ്റെ മകന് വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി പ്രവചിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിന് എവിടെ, എങ്ങനെ, എപ്പോൾ ഒരു അപകടം നമുക്ക് വരുമെന്ന് അത് മുന്നമേ അറിയാം. കാരണം നമ്മുടെ തലയിലെ ഓരോ മുടികളും എണ്ണി വെച്ചിരിക്കുന്ന കർത്താവിന് അതിലൊന്ന് പൊതിയുമെന്ന്, കുഞ്ഞ് നാളെ സ്കൂളിൽ പോകുമ്പോൾ ഓരോ വഴിക്ക് ഒരു തലമുടി പൊഴിഞ്ഞു പോകുമെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. ആ കർത്താവിനോട് നമ്മൾ വഴക്കിന് പോകരുത്. അവൻ നമുക്ക് നന്മയല്ല, തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തിന്മ ചെയ്യുന്ന ദൈവമല്ലവൻ. നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു വലിയ സംഗതിയായിട്ട് നമ്മളിവിടെ കാണേണ്ടത്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്നുമല്ല, എൻ്റെ ഈ പഠനത്തിൽ നിന്നുമല്ല, നമ്മൾ ചിന്തിക്കുന്ന ഈ വചനത്തിൽ നിന്നും പിന്മാറുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിയിട്ടുണ്ടോ? ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിയിട്ടുണ്ടോ? ദൈവം എൻ്റെ സ്ഥിതി മാറ്റിയിട്ടുണ്ട് എന്ന് ചങ്കെ കൈവച്ച് പറയുവാൻ നമുക്ക് കഴിയണം. അതിന് കഴിയുന്നില്ല എങ്കിൽ കഴിയുന്ന വേദവചനങ്ങൾ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് എഫേസ്യ ലേഖനം 2:11 കൂടി ഒന്ന് പഠിച്ച് നടക്കാം. 2:11 അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ, വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയാ ഒരുപാടുണ്ട്. 2:11, 12 വചനം, ഒരു 3-4 വചനങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ രത്ന ചുരുക്കം നിങ്ങളോടൊന്ന് പറയാം. അവിടെ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്: മുമ്പേ നിങ്ങൾ ജാതികളായിരുന്നു, ഇസ്രായേൽ പൗരത്വത്തിനോട് നിങ്ങൾക്ക് സംബന്ധമില്ലാത്തവരായിരുന്നു, നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. വീണ്ടും ഞാൻ പറയാം, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു, നിങ്ങൾക്ക് ദൈവവുമില്ലായിരുന്നു. അങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ദൈവവുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴോ കരുണാസമ്പന്നനായ ദൈവം നമ്മെ അവിടെ നിന്ന് വീണ്ടെടുത്തു. നിങ്ങൾ ദൈവമുള്ളവരായി തീർന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെയുള്ളവരായി തീർന്നു.
നിങ്ങൾ ജാതികളല്ലാതെ ഇസ്രായേൽ പൗരത്വം നിങ്ങൾക്ക് തന്നു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വാഗ്ദത്തം എന്ന് പറയുന്നത് ഇസ്രായേലിന് മാത്രമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പഴയ നിയമത്തിൽ ഒന്നുകൂടെ പറയാം ഞാൻ, പഴയ നിയമത്തിലും ഇസ്രായേലിനെ വാഗ്ദത്തമുള്ളൂ, അതായത് നിത്യജീവനും സ്വർഗവും ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിൽ അവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെ അവരോട് ചേർത്ത് വെച്ച് ദൈവം, അങ്ങനെ അത് നമുക്ക് ദൈവം തന്നതാണ്. നാം ഇന്ന് ആരാണ്? ഇന്ത്യൻ പൗരനല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ വാഗ്ദത്ത പ്രകാരം നമ്മൾ ഇസ്രായേൽ പൗരത്വമുള്ളവരാണ്. അവിടെ കാണുന്ന പൗരത്വമല്ല, ഇവിടെ കാണുന്ന പൗരത്വം. ഏത് പൗരത്വം? കർത്താവിനോട് കൂടിയുള്ള പൗരത്വം. ഇസ്രായേൽ പൗരത്വം തൻ്റെ സന്തതിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണെങ്കിൽ ആ പൗരത്വം കർത്താവ് ക്രിസ്തുവിലൂടെ നമുക്കും തന്നു. അവർക്ക് കൊടുത്തതിനെ കഴിഞ്ഞും ഉന്നതമായ പലതും നമുക്ക് ദൈവം തന്നു. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്നു ഞാൻ കരുതുന്നു. തുല്യമായ ദൈവത്തിൻ്റെ വചനമാണ് ഈ ദൈവദാസൻ നമ്മളെ 53-ാം സങ്കീർത്തനത്തിൽ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, പുതിയ നിയമത്തിലേക്ക് നമുക്കും വാഗ്ദത്തം തന്നിരിക്കുന്ന ഈ ദൈവവചനങ്ങൾ തുല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സംസാരിച്ച വചനം ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തതുപോലെ ഞങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് ശ്രദ്ധിച്ചു. ഈ കാണുന്ന കസേരയിൽ കർത്താവ് ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഹൃദയത്തിൻ്റെ വേദനകളെയും കർത്താവ് വ്യക്തമായി അറിയുന്നു. ഞങ്ങളെ അവിടുന്ന് അറിയണമേ കർത്താവ്. ഞങ്ങളുടെ പ്രശ്നങ്ങളോട് അവിടുന്ന് പ്രതികരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗത്തിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലെല്ലാം കർത്താവിൻ്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് അവിടുന്ന് ഞങ്ങളെ ഇവിടെ സമാധാനത്തോടെ കൊണ്ടുവന്നു. നല്ല വചനങ്ങളെ കേട്ടുകൊണ്ട് കടന്നു പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തൻ്റെ കരത്തിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തൻ്റെ കരത്തിൽ നമ്മളെ എടുത്ത് കർത്താവ് നമ്മളെ നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മണിയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ അപ്പനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ വേദനകൾ എൻ്റെ കർത്താവിനോട് പറയുന്നു. അവൻ എന്നെ വിടുവിക്കുകയും ചെയ്യും. ഞാൻ ഹല്ലേലൂയ സ്തോത്രം. ഏത് അഥമ പാതാളത്തിലായിരുന്നാലും, ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ കടന്നു പോകുവാൻ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സുവിശേഷത്തിൻ്റെ ഈ പ്രത്യാശയിൽ നിന്നും ഒരിക്കലും ഇളകിപ്പോകാതെ ഈ സ്വീകാര്യത മുറുകെ പിടിച്ചാൽ നമ്മൾ നമ്മുടെ കർത്താവിനോട് കൂടെ നിത്യതയിൽ കാണുമെന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന ഓമന കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ജിബിച്ചന് നല്ല നടുവേദനയിലാണ് കടന്നു വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജിബിച്ചന് നടുവേദന വരുന്നുണ്ട്. ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. നല്ല വേദനയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അടുത്ത ദിവസം തിരുമിക്കാനായിട്ട് കടന്നു പോവുകയാണ്. കാലിനും എല്ലാം വേദനയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് മകൻ്റെ വേദനകളൊക്കെ മാറ്റി അടിപ്പിടലുകളുള്ള സൗഖ്യം കർത്താവ് കൊടുത്ത് മാനിക്കേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജിബിച്ചനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ജോർട്ടിച്ചാൻ്റെ ഭാര്യ ലിസയാൻ്റിയുടെ കാലിൻ്റെ ഉപ്പുറ്റിക്ക് വേദനയാൽ ഭാരപ്പെട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ലിസയാൻ്റിയെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞോളാൻ്റി ഇന്ന് കടന്നു വന്നില്ല. പനിയുടെ ക്ഷീണത്താൽ ഭവനത്തിലായിരിക്കുന്നു. കുഞ്ഞോളാൻ്റിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്ത് മാനിക്കേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞോളാൻ്റിയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമെൻ യാചന നൽകുമേ, യേശുവിൻ മൂലമൻ യാചന നൽകുമേ, ആശയിൽ കെഞ്ചിടുന്നേ, അല്ലാതെന്നിൽ ദേശവും നന്മയില്ലേ, അല്ലാതെന്നിൽ ദേശവും നന്മയില്ലേ, കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അപ്പാ പിതാവേ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾക്ക്
കൂടി വരുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും കുട്ടിവരുത്തി കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ സമയം ഞങ്ങൾ ആ സന്നിധിയിൽ ഇരിക്കുന്ന നാഥ ഇത്രയും നേരം പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവെ വചനം കർത്താവെ ധ്യാനിപ്പാനും ഒക്കെ തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ ചില ഭാര വിഷയങ്ങളുമായിട്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ ഓരോ മക്കളെയും അവിടുന്ന് പരിപാലിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ വന്നുവെങ്കിൽ അതിൻ്റെ മധ്യത്തിലും എൻ്റെ കർത്താവിൻ്റെ ആ വലങ്കര ഞങ്ങളെ ഓരോരുത്തരെയും പിടിച്ചു കർത്താവെ അനർത്ഥം വ്യസന കാരണമാകാതെ ഞങ്ങളെ പരിപാലിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഭവനത്തെ യേശുവിൻ്റെ രക്തത്താലും മുദ്ര വെച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ. മുൻചായനെ ആദ്യമായിട്ട് കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ രോഗത്തിൻ്റെ ഭാരത്തിലായിരുന്നല്ലോ. സ്തോത്രം കർത്താവെ. അവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവെ രോഗഭാരത്താലായിരിക്കുന്നല്ലോ കർത്താവെ. ഓരോരുത്തരെയും പേരായി കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു നാഥ. തിരിച്ചിനായ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ നടുവേദനയുടെ ഭാരത്തിലിരുന്നു എൻ്റെ കർത്താവിൻ്റെ മകന് സൗഖ്യം കൊടുത്ത് എഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ. യേശുവേ ആ സൗഖ്യം കർത്താവെ ആ ആണിപ്പഴുത്തുള്ള കരം കർത്താവെ ഇനിയും മകൻ്റെ മേലൊന്ന് നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവെ ഓടി നടപ്പാൻ തക്കവണ്ണം കർത്താവെ നിന്റെ വചനവുമായി നടപ്പാൻ തക്കവണ്ണം നിന്റെ മകനെ അവിടുന്ന് പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എൻ്റെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എൻ്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് കരുതിയിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു നാഥ. തക്ക സമയത്ത് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു നാഥ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട നിസ്യാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ നിന്റെ മകളും കാലിലും പിടിയുടെ വേദനയാലും ഭാരപ്പെടുന്ന കർത്താവെ അവിടുത്തെ ആ കരം നിന്റെ മകളെ ഒന്ന് തൊട്ടുമാറാകണമേ. പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. കുഞ്ഞുമാടാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. പനിയുടെ ഭാരത്തിലായിരുന്നുവല്ലോ കർത്താവെ അവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു കർത്താവെ. പൂർണ്ണമായ സൗഖ്യവും ആശ്വാസവും ബലവും കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ആ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ചെറുതും വലുതുമായ അനേക ആവശ്യങ്ങളുണ്ട് കർത്താവെ. ഞാൻ അറിയുന്നില്ല എങ്കിലും എൻ്റെ ദൈവം അറിയിക്കാലും നന്ദിയോടെ സ്തോത്രം കർത്താവെ. എല്ലാ മക്കൾക്കും സൗഖ്യവും വിടുതലും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഞങ്ങൾ ആരും ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ പ്രകാശത്തിൽ നടപ്പാൻ തക്കവണ്ണം അവൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. അവൻ അന്ത്യം വരെയും കാപ്പാൻ ശക്തനെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. നിന്റെ മകനിലൂടെ കേൾപ്പിച്ച സങ്കീർത്തന ധ്യാനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ഞങ്ങൾ ക്രിസ്തുവിലുള്ളവരല്ലായിരുന്നു. ഹല്ലേലൂയ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് ഞങ്ങളെ ആ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ആ ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി വിലയേറിയ ഒരു മാന്യരുമാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എൻ്റെ കർത്താവ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തനുമാണ്. അവൻ അന്ത്യം വരെയും അക്കര നാട് വരെയും ഞങ്ങളെ എത്തിക്കാൻ മതിയായവനാണ്. അവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അനർത്ഥമസന കാരണമാകാതെ ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവ്, നന്മയല്ലാതെ ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ കർത്താവ്, തിന്മയാകെ മാറ്റുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വം പുകഴ്ച ഞങ്ങൾ അർക്കപ്പെട്ട കുഞ്ഞാടിന് സമർപ്പിക്കുന്നു. സകലവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കർമ്മ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.